ഏതൊരാൾക്കും നമ്മൾ അവരവരുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മമ്മ അതിനെപ്പറ്റി കൂടുതൽ വായോളം പറയാനുണ്ടാവും അല്ലേ? അതുപോലെയാണ് എൻ്റെ ഉമ്മയും. അപ്പോൾ ഇതുപോലെയാണോ നിങ്ങളുടെ മമ്മിയും? അതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ഉമ്മ ഉള്ള കാലം അതൊരു സ്വർഗ്ഗകാലം പോലെ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഉപ്പാനോട് അല്ലെങ്കിൽ ഉമ്മാനോട് പറഞ്ഞിട്ട് ആ ഒരു പ്രാർത്ഥന ഉമ്മ പ്രാർത്ഥിച്ചാൽ മതി. അത് ഞങ്ങൾക്കൊരു എന്താ പറയുക മഞ്ഞ് പോലെ ആക്കിയിട്ട് ആ ഒരു വിഷമം മാറ്റിത്തരും ദൈവം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ചുരുക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളോട് ഉപ്പാനോടോ ഉമ്മാനോടോ നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇപ്പം തന്നെ പോയി നിങ്ങൾ മാപ്പ് ചോദിച്ചിട്ട് നിങ്ങൾ ദേഷ്യം മാറ്റണം. പിന്നീട് എന്തെങ്കിലും ഉപ്പയോ ഉമ്മ മരണപ്പെട്ടിട്ട് പിന്നീട് നിങ്ങൾ ഖേദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എത്ര വലിയ കോടീശ്വരനായാലും നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾ മാതാപിതാക്കളോട് നിങ്ങൾ ദേഷ്യത്തിലാണ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്ന പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഉണ്ട്, രക്ഷിതാക്കളെ പിടിച്ചിട്ട് വൃദ്ധസദനത്തിലാക്കുക. അതൊന്നും ഒരിക്കലും ചെയ്യരുത്. അത് ചെയ്താൽ നാളെ നിങ്ങൾക്ക് ആ കർമ്മ തിരിച്ച് അതിലും വലുങ്ങനെ തന്നെ കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ എൻ്റെ ഉമ്മാനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ മദർ ആണോ എന്ന് നിങ്ങൾ കമൻസിൽ ഇടും. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഇതാ, ഞാൻ ഇവിടെ വന്നത് 2001 എൻ്റെ ഉമ്മ അയച്ച കത്ത് ഇപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതാ എൻ്റെ മക്കൾക്കെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു വരുന്ന ചുരുക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മോനാണ്, 3 പെൺകുട്ടികളാണ് എൻ്റെ ഉമ്മാക്കുള്ളത്. ആ ഉപ്പ മരിച്ചിട്ട് 10 വർഷമായി. എൻ്റെ ഉമ്മ ഉണ്ട് അൽഹംദുലില്ലാ. ഞാൻ ഇപ്പോൾ ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഫസ്റ്റ് ഉമ്മാനെ വിളിച്ച് സംസാരിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുക ജോലിയിൽ എന്തിതായി. ഇനി അഥവാ വിളിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഉച്ച വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് വിളി തുടങ്ങും. എന്താ മോനെ, എന്താ പറ്റിയേ, എന്തോ എൻ്റെ മോന് വിഷമം ഉണ്ടാ, എന്താണെന്ന് വെച്ചിട്ട് എന്താ തിരക്കുക എന്താണെന്ന് വെച്ചാൽ തിരിച്ച് വിളിക്കും. നിങ്ങളെ പാരൻസിനാ ഉപ്പാനോട് ഉമ്മാനോട് ഡെയിലി നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും. നിങ്ങൾ പോയ ജോലിക്ക് എല്ലാത്തിനും ബർക്കത്തുണ്ടാവും. കൂടാതെ തന്നെ ഫോൺ വിളിച്ചാൽ ചില സമയം ഉമ്മ എന്തെങ്കിലും വിഷമത്തിലുണ്ടാവും. അപ്പോൾ ഞാനെന്ത് ചെയ്യും, എന്തെങ്കിലും തമാശ പറഞ്ഞ് ചിരിപ്പിക്കും. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ മാതാപിതാക്കളോട് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നോക്കി വളർത്തിയ മാതാപിതാക്കളോട് നമ്മൾ പറ്റുന്നത് അവർക്ക് സ്നേഹം കൊടുക്കുക, അവരെ ചിരിപ്പിക്കുക, അതൊക്കെയാണ് വേണ്ടത്. അല്ലാണ്ട് മാതാപിതാക്കളോട് ദേഷ്യപ്പെട്ടിട്ടും പിടിച്ച് നിൽക്കുന്ന ഒരാളും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുകയും ചെയ്യില്ല. കല്യാണത്തിന് പോയാലും അവിടെ പോയിട്ട് ഒച്ചത്തിൽ മോനെ ഔചതായ ഭക്ഷണം കഴിച്ചു നിർത്തി അങ്ങനെയാണ് മാതാവും പിതാവും. അതുപോലെ തന്നെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ ബിരിയാണിയിൽ ചിക്കന് അഥവാ എനിക്കിങ്ങനെ എടുത്തു വെക്കുക, അതാണ് മാതാവ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സ്നേഹമുള്ളതാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ ചുരുക്കി പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം നമ്മൾ മാതാപിതാക്കളത്ത് പോയിട്ട് ഹഗ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മാറ്റിക്കളയാം. മാതാപിതാക്കളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിലേ നമ്മൾ വിജയിക്കും.